വടക്കൻ ഗോവയിലെ പ്രസിദ്ധമായ കലങ്കുട്ടെ ബീച്ചിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഗുണനിലവാരമുള്ള കശുവണ്ടിപ്പരിപ്പ് ഉൾപ്പെടെ ഒട്ടേറെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിശാലമായ കച്ചവട കേന്ദ്രങ്ങൾ ഈ ബീച്ച് പരിസരത്തുണ്ട്. ക്വീൻ ഓഫ് ബീച്ചസ് ഇൻ നോർത്ത് ഗോവ എന്നറിയപ്പെടുന്ന കലങ്കുട്ടെ ബീച്ച് സ്വദേശ വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും സാധനങ്ങൾക്കൊന്നും തന്നെ അമിത വില ഈടാക്കുന്നതായി തോന്നിയിട്ടില്ല. ഗോവയിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ഷോപ്പിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കലങ്കുട്ടെ ബീച്ച്. വിദേശ മദ്യത്തിനു വില വളരെ കുറവായ ഗോവയിലുണ്ടാക്കുന്ന ഫെനി ബോട്ടിലിൻ്റെ പ്രാരംഭ വില 500 രൂപയാണ്. 500 രൂപ ദിവസ വാടക നിരക്കിൽ സഞ്ചാരികൾക്കായി സ്കൂട്ടറും ഇവിടെ ലഭ്യമാണ്. പ്രഥമ ഗോവൻ മുഖ്യമന്ത്രി ദയാനന്ദ് ഭണ്ഡോത്കറുടെ പ്രതിമയ്ക്കരികിലൂടെയാണ് നാം ബീച്ചിലേക്ക് നടന്നിറങ്ങുന്നത്. സഞ്ചാരികൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടാക്കുന്ന വൈവിധ്യമാർന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ കച്ചവട കേന്ദ്രങ്ങളിലുണ്ട്. സഞ്ചാരികളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് പല റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. മിക്ക കടകളിലും സാധനങ്ങൾ വിലപേശി വാങ്ങുന്ന പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. വളരെ വിശാലമായ വൃത്തിയുള്ള ഒരു ബീച്ചാണിത്. സൺ ബാത്തിനുള്ള വിപുലമായ സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യസ്നാനത്തിന് കട്ടിലും കിടക്കയും സപ്ലൈ ചെയ്യുന്ന ആളുകൾ മണിക്കൂർ ഒന്നിന് 200 രൂപയാണ് ഈടാക്കുന്നത്. ബോഡി മസാജിങ്ങിനുള്ള സൗകര്യങ്ങളും ഇതോടൊപ്പം ലഭ്യമാക്കുന്നുണ്ട്. വലിയ തോതിൽ വാട്ടർ സ്പോർട്സ് സംവിധാനങ്ങളും ഈ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ 100 മീറ്ററിലും ലൈഫ് ഗാർഡുകൾ പ്രവർത്തന സന്നദ്ധരാണ്. ഈ ഒരു ബീച്ചിൽ മാത്രം 100 കണക്കിന് ആളുകളാണ് വിവിധ തൊഴിൽ മേഖലകളിലായി ജീവനോപാധികൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 17% പങ്ക് ലഭിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്. 40%-ലധികം ആളുകൾക്ക് തൊഴിലും ഈ മേഖല ഉറപ്പു നൽകുന്നു. ഗോവയുടെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.